വിസ്തരിച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഞാൻ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ദേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചുമന്നുള്ളിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വിലയാന്നേ, ചുമന്നുള്ളി ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. പിന്നെ ഒരു റിപ്പിൾറ്റിയാണ് കേട്ടോ, മൂന്നാർ ടീ കമ്പനിയുടെ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഉള്ളത് കുറച്ച് പുഞ്ച പൊട്ടുപൊടി. ഇത് മറിയം സ്റ്റോറാണ്, ഏറ്റുമാനൂരുള്ള മറിയം സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്നാണ് ഇങ്ങനെയുള്ള കാപ്പിപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. സാമ്പാർ പൊടി ഇത് ഇവർ തന്നെ വാഷ് ചെയ്ത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ തന്നെ വാഷ് ചെയ്ത് ഉണക്കി പൊടിച്ച് നമുക്ക് തരുന്നതാണ്. അപ്പോഴത്തേ കാശ്മീരി മുളക് പൊടിയൊക്കെ നല്ല കളറുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വെറുതെ ഒന്ന് മുളക് ചാലിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെയാണ്. ഇനി ഇതൊക്കെ ടിന്നിൻ്റെ അകത്താക്കി വെക്കണം, അതൊക്കെയാണെന്നേ വലിയൊരു ടാസ്ക്. പിന്നെ കണ്ടില്ലേ കുറച്ച് ഉണക്കമീനൊക്കെ ഇത്തവണ വാങ്ങി കേട്ടോ. സ്രാവായിരുന്നു, ഏറ്റുമാനൂർ ചന്ത പോയപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ പേരറിയാത്ത വേറെ എന്തോ ഒരു മീനും കൂടി ഉണ്ട്, എന്താണെങ്കിലും അതും എടുത്തു. ഇടയ്ക്കൊക്കെ ഒന്ന് വറുത്ത് കഴിക്കാമല്ലോ. പിന്നെ കുറച്ച് കുടംപുളി. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മമാർ സ്നേഹത്തോടെ തരുന്നതാണ് കേട്ടോ. ഇത് നല്ല പുളിയാണ് വീട്ടിലുണ്ടാകുന്നത്, നാത്തൂൻ്റെ വീട്ടിലെത്തിയത്. പിന്നെയുള്ളത് കുറച്ച് കുട്ടനാടൻ പുഞ്ച അരിപ്പൊടിയാണ്. ഇത് നമ്മുടെ കുട്ടനാട് തന്നെയുള്ള ടോട്ടാസ് എന്ന് പറയുന്ന കമ്പനിക്കാരുടെ, അവരുടെ തന്നെ നെൽപ്പാടങ്ങളിൽ അവർ വിളയിച്ചെടുത്ത് പൊടിപ്പിക്കുന്ന നല്ല പുഞ്ച പൊട്ടുപൊടി അരിപ്പൊടിയാണ് കേട്ടോ. ഇതൊക്കെ പുട്ട് പുഴുങ്ങാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് നാളുകളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെയുള്ളത് ഇതേ കുറച്ച് ഇങ്ങനെയുള്ള കുഴലപ്പം അത് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കണ്ടില്ലേ ആയുർവേദിക് ടൂത്ത് പൗഡറാണ്. ഇത് ഞാൻ നാളുകളായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മറക്കാതെ വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പല്ലിൻ്റെ രഹസ്യം, സൗന്ദര്യത്തിൻ്റെ രഹസ്യം. പിന്നെ കുറച്ച് ഇത് രാമച്ചത്തിൻ്റെ ബാത്ത് ബ്രഷാണ്, വല്ലപ്പോഴൊക്കെ ഒന്ന് തേച്ചരച്ച് കുളിക്കാമല്ലോ. പിന്നെ അതിന് പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അത് ഈ ചന്ദനത്തിരി നല്ല സ്മെല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇട്ട് കൊണ്ടുവന്നു. പിന്നെ പാത്രം ഇല്ലാതെ എന്താഘോഷം, എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പൂണെങ്കിലും ഞാൻ വാങ്ങിക്കും. പിന്നെ ഇത് അമ്മമാർ നിന്ന് വിട്ട കുറച്ച് കപ്പളങ്ങ. ഇതിൻ്റെ ഒരു ജ്യൂസ് സ്മൂത്തിയൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് പഴമൊക്കെയാണ്. അവർ പറയുന്നത് അവർ അവിടെ പഴുത്ത് കഴിക്കുമ്പം നിങ്ങൾ ഓർക്കുമ്പോൾ വിഷമം വരും, കുറച്ചും കൊണ്ടുപോകുമെന്നും പറഞ്ഞ് തന്നു വിടുന്ന കേട്ടോ. പിന്നെ കുറച്ച് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇത് നമ്മുടെ ഏറ്റുമാനൂർ തന്നെ ചക്കിലാട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ഫില്ല് ചെയ്ത് തരുന്നതാണ്. പിന്നെയുള്ള ഇതൊക്കെ കുറച്ച് റിലയൻസിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ, റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. നല്ല ഓഫർ ഉണ്ടായിരുന്നു, ഒത്തിരി നമുക്ക് ലാഭത്തിന് കിട്ടിയ പോലെ കേട്ടോ ഞങ്ങൾക്ക് ഇത്തവണ തോന്നിയത്. അപ്പോൾ ചിപ്സ്, പിന്നെ മിച്ചർ, ഇങ്ങനെയുള്ള നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ഇത് നമ്മളെല്ലാവരും നാട്ടിൽ പോയിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഗിഫ്റ്റായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇത്തവണ അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ല വിലക്കുറവിന് കിട്ടിയതുപോലെ തോന്നി, ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെയാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത്തവണ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ കാണാം.